അയർലൻഡ്, ഇംഗ്ലണ്ട് പര്യടനങ്ങളിലെ മോശം പ്രകടനത്തിന് പിന്നാലെ മലയാളി താരം സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ നിന്നും പുറത്ത്. സിംബാബ്വെക്കെതിരെ ഹരാരെയിൽ നടക്കാനിരിക്കുന്ന 3 മത്സരങ്ങളുടെ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ BCCI സെലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യർ നയിക്കുന്ന ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി തിലക് വർമ്മയെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കൗമാരതാരം വൈഭവ് സൂര്യവംശി അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പൺ ചെയ്യുമെന്ന് ഉറപ്പായി. വിക്കറ്റ് കീപ്പർമാരായി ഇഷാൻ കിഷനും പ്രഭ്സിമ്രാൻ സിംഗും ടീമിലിടം നേടിയപ്പോൾ ഹർഷ് ദുബെ, വരുൺ ചക്രവർത്തി, പ്രിൻസ് യാദവ്, യാഷ് താക്കൂർ, അശോക് ശർമ്മ, മായങ്ക് യാദവ്, റിങ്കു സിംഗ് എന്നിവരും ടീമിൽ ഉൾപ്പെട്ടു. അതോടൊപ്പം ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിലെ ഇന്ത്യൻ ടീമിന്റെ തന്ത്രപരമായ തീരുമാനങ്ങളെയും മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ പരീക്ഷണങ്ങളെയും കടുത്ത ഭാഷയിൽ വിമർശിച്ച് മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫ്. മലയാളി താരം സഞ്ജു സാംസണെ പ്ലേയിങ് 11-ൽ നിന്നും ഒഴിവാക്കി. പൂർണ്ണമായും ഇടം കയ്യന്മാരായ ഓപ്പണിംഗ് സഖ്യത്തിലേക്ക് ഇന്ത്യ മടങ്ങിപ്പോയത് വലിയ ഹിമാലയൻ മണ്ടത്തരമാണെന്ന് തന്റെ യൂട്യൂബ് ചാനലിലൂടെ സംസാരിക്കവേ കൈഫ് മുന്നറിയിപ്പ് നൽകി. ഇംഗ്ലണ്ടിനെതിരായ 2ാം T20-ൽ സഞ്ജുവിന് പകരം 15-കാരനായ വൈഭവ് സൂര്യവംശിയെയാണ് ഇന്ത്യ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പണറായി ഇറക്കിയത്. എന്നാൽ 10 പന്തിൽ 14 റൺസെടുത്ത വൈഭവിനെ ഇംഗ്ലണ്ടിന്റെ പാർട്ട് ടൈം ഓഫ് സ്പിന്നർ വിൽ ജാക്സ് പുറത്താക്കുകയായിരുന്നു. ഇന്ത്യയുടെ മുൻനിരയിലെ ആദ്യ 7 ബാറ്റർമാരിൽ 6 പേരും ഇടം കയ്യന്മാരായത് വിൽ ജാക്സിന് കാര്യങ്ങൾ എളുപ്പമാക്കി. 3 ഓവറിൽ വെറും 22 റൺസ് മാത്രമാണ് ജാക്സ് വിട്ടുകൊടുത്തത്. മത്സരത്തിൽ ഇന്ത്യ 4 വിക്കറ്റിന് പരാജയപ്പെടുകയും ചെയ്തിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കഴിഞ്ഞ T20 ലോകകപ്പ് വേളയിൽ ഇന്ത്യ ഇതിനകം പഠിച്ച പാഠം ഗംഭീറും സംഘവും മറന്നുപോയെന്ന് കൈഫ് ചൂണ്ടിക്കാട്ടി. ലോകകപ്പിൽ ഇന്ത്യ ചെയ്ത അതേ തെറ്റാണ് ഇവിടെയും ആവർത്തിക്കുന്നത്. അവിടെ ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയുമാണ് ഓപ്പൺ ചെയ്തത്. എതിരാളികൾ ഓഫ് സ്പിന്നർമാരെ കൊണ്ടുവന്നതോടെ ഇരുവരും പുറത്താകാൻ തുടങ്ങി. ഒരു വലിയ തോൽവി വിഴുങ്ങുന്നതുവരെ അന്ന് സഞ്ജുവിനെ കളിപ്പിച്ചിരുന്നില്ലെന്നും കൈഫ് ഓർമ്മിപ്പിച്ചു. വലം കൈ ഇടം കൈ ഓപ്പണിംഗ് കോമ്പിനേഷനാണ് ഇന്ത്യക്ക് എപ്പോഴും അനുയോജ്യമെന്ന് കൈഫ് പറഞ്ഞു. ലോകകപ്പിൽ ഓഫ് സ്പിന്നർമാർക്കെതിരെ ഇന്ത്യ ബുദ്ധിമുട്ടിയപ്പോൾ സഞ്ജു സാംസൺ ടീമിലേക്ക് വന്നതോടെയാണ് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. അഭിഷേക് ശർമ്മയും വൈഭവ് സൂര്യവംശിയും ഇന്ത്യയുടെ ദീർഘകാല ഓപ്പണിംഗ് സഖ്യമാകാൻ കഴിയില്ലെന്നും ടോപ്പ് ഓർഡറിൽ ഒരു വലംകയ്യൻ ബാറ്റർ നിർബന്ധമാണെന്നും കൈഫ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ചില മത്സരങ്ങളിലെ സഞ്ജുവിന്റെ മോശം ഫോമിനെ മുൻനിർത്തി താരത്തെ അളക്കരുതെന്നും കൈഫ് പറഞ്ഞു.